അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സ്നേഹമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുൾപ്പെടെ അവൻ്റെ സൃഷ്ടികളിൽ ഇട്ടുകൊടുത്തിട്ടുള്ള ഒരു വികാരമാണ്. പലതരത്തിലുള്ള സ്നേഹബന്ധങ്ങളും ലോകത്ത് മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സത്യവിശ്വാസികൾ എന്ന നിലക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. മാത്രമല്ല, ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയാവണമെങ്കിൽ അത് അനിവാര്യവുമാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളോട് അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ വേണ്ടപ്പെട്ടവരാണ് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ സ്നേഹം അത് ഏറ്റവും കൂടുതലും ഒന്നാമതും അള്ളാഹുവിൻ്റെ റസൂലിന് നൽകിയിട്ടില്ലെങ്കിൽ മറ്റു പലതിനുമാണ് അത് നൽകുന്നതെങ്കിൽ താക്കീദ് സ്വരത്തിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യം, ഖുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ മാതാപിതാക്കളേക്കാൾ, മക്കളേക്കാൾ, കുടുംബങ്ങളേക്കാൾ, കച്ചവടത്തേക്കാൾ, ദുനിയാവിനേക്കാൾ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അല്ല നിങ്ങൾ സ്നേഹിക്കുന്നത് എങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി. ഒരു താക്കീദിൻ്റെ സ്വരത്തിൽ അല്ല പറയുന്നത്, അള്ളാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക എന്നൊരു താക്കീത് നൽകുന്നതായിട്ട് കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടല്ല പറയുന്നത് നിങ്ങൾ സ്വന്തത്തെക്കാൾ, സ്വന്തം മക്കളെക്കാൾ, സ്വന്തം മാതാപിതാക്കളെക്കാൾ, സമ്പത്തിനേക്കാൾ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെയാണ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സംശയവുമില്ല, ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയങ്ങളെയും ആ റസൂലിനെ തന്നെയും സ്നേഹിക്കുക എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ പ്രവാചകനോടുള്ള സ്നേഹമെന്ന് നമ്മൾ അറിയേണ്ടതല്ലേ? എങ്ങനെയാണ് നമ്മൾ ആ റസൂലിനെ സ്നേഹിക്കേണ്ടത്? റബീഉൽ അവ്വൽ മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുക മാത്രമല്ല വഫാത്താവുക കൂടി ചെയ്ത മാസമാണ് റബീഉൽ അവ്വൽ. അത്തരമൊരു മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ഓർക്കുകയും സ്മരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണിത്. അപ്പം എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എന്ന് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പ്രവാചകനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ അതിൻ്റെ അടയാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റസൂലിനോട് ഒരാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന, പ്രകടമാകേണ്ടുന്ന ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളിലും ആ ഹബീബിനെ പിന്തുടരുകയും ആ റസൂലിൻ്റെ ചര്യയെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യരോടുള്ള നമ്മുടെ സ്നേഹം പൂർണ്ണമാവുക എപ്പോഴാണ്? ആ വ്യക്തിയുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരുമ്പോഴാണ്. ഒരാൾ നമ്മളെ ഏറ്റവും കൂടുതൽ, നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവൻ്റെ സ്വഭാവവും അവൻ്റെ സംസ്കാരവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നിങ്ങൾ പിന്തുടരാതെ നിങ്ങളുടെ ഇസ്ലാം തന്നെ പൂർണ്ണമാവില്ല എന്നാണ്.
ഇസ്ലാം തന്നെ പൂർണ്ണമാവില്ല. എന്ന് മാത്രമല്ല, അള്ളാഹുവോടുള്ള അനുസരണം പോലും സാധ്യമാവുക എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോഴാണ്. നമ്മൾ നമ്മുടെ റസൂലിനെ സ്നേഹിക്കുമ്പോഴാണ് അള്ളാഹുവോടുള്ള അനുസരണം പോലും പൂർണ്ണമാവുക എന്നാണ് പറയുന്നത്. നോക്കൂ, നിങ്ങൾ നമസ്കരിക്കണമെന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ നമസ്കാരം, അതിനെക്കുറിച്ച് കൽപ്പന ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം ആ നമസ്കാരം എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ രൂപവും മറ്റുമൊക്കെ കൃത്യമായി പഠിപ്പിച്ച അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ അനുസരിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവെ അനുസരിക്കുക എന്ന് പറയുന്ന ആ ഒരു കർമ്മം കൂടി പൂർത്തിയാവുകയുള്ളൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാത്തവന് റസൂലിനെ അള്ളാഹിനെ അനുസരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിച്ചത്, അള്ളാഹുവെ അനുസരിക്കുന്നതും റസൂലിനെ അനുസരിക്കുന്നതും അത് പരസ്പര ബന്ധിതമാണ് എന്ന്. മൻ അത്വഅനി ഫഖദ് അത്വഅ അല്ലാഹ്, ആരാണോ എന്നെ അനുസരിക്കുന്നത് അവൻ അള്ളാഹുവെയാണ് അനുസരിക്കുന്നത്. വമൻ യഅസിനി ഫഖദ് അസല്ലാഹ്, ആരാണോ എന്നെ ധിക്കരിക്കുന്നത് അവൻ അള്ളാഹുവെയാണ് ധിക്കരിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തുല്യമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നത് അള്ളാഹിനെ ധിക്കരിക്കുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവേയും റസൂലിനെയുമുള്ള അനുസരണം എന്ന് പറയുന്നത് അത് പരസ്പരം ബന്ധിതമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെയും വർത്തമാനങ്ങളെയും ഉപദേശ നിർദ്ദേശങ്ങളെയും ഒക്കെ തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് സ്വഹാബേക്രമം വളരെ ജാഗ്രത പുലർത്തിയത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വർത്തമാനങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് വളരെയേറെ ജാഗ്രത സ്വഹാബേക്രമം കാണിച്ചിരുന്നു, പാലിച്ചിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം പള്ളിയിൽ വെച്ചുകൊണ്ട് ജനാസ നമസ്കരിക്കും. ഒരു മയ്യിത്ത് വന്നാൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ജനാസ നമസ്കരിക്കും. പക്ഷെ ആ മയ്യിത്തിൻ്റെ കൂടെ പോയി ഖബറടക്കത്തിൽ പങ്കെടുക്കാറില്ല എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഇദ്ദേഹം ഒരു ഹദീസ് കേൾക്കുകയാണ്. എന്താ ഹദീസ്? ജനാസ നമസ്കരിച്ചവന് ഒരു ഖീറാത്ത് പ്രതിഫലം അല്ലാഹു കൊടുക്കും. ഒരു ഖീറാത്ത് എന്നതൊക്കെ വേറെ വിശദീകരിക്കുന്നുണ്ട്. ഒരു മയ്യിത്തിൻ്റെ കൂടെ പോയി പള്ളിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മയ്യിത്ത് നമസ്കരിച്ചാൽ നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. എന്നാൽ ആ മയ്യിത്ത് നമസ്കരിച്ച് കഴിഞ്ഞ് മയ്യിത്തിനെ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ കബറിൻ്റെ അടുക്കൽ പോയി ആ കബറടക്കത്തിൽ പങ്കെടുക്കുന്നവന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്നൊരിക്കൽ ഇദ്ദേഹം ഒരു ഹദീസ് കേൾക്കുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പോയിട്ട് ആ ഹദീസിൻ്റെ യഥാർത്ഥ അവസ്ഥ അന്വേഷിച്ചറിയുകയാണ്. അത് റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെയേറെ സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താ? എത്ര ഖീറാത്ത് പ്രതിഫലങ്ങളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്ന്. എത്രയെത്ര ഖീറാത്ത് പ്രതിഫലങ്ങളാണ് ഞാൻ നഷ്ടപ്പെടുത്തുകയും പാഴാക്കുകയും ചെയ്തത്. അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നൊരു സുന്നത്ത് ഞാൻ നഷ്ടപ്പെടുത്തുകയായിരുന്നല്ലോ ഇത്രയും കാലം എന്നോർത്തുകൊണ്ട് അദ്ദേഹം വല്ലാതെ ഖേദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ടാണ് റസൂലിനെ സ്നേഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയ സ്വഹാബെ കിറാം ആ റസൂലിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ഒക്കെ തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എത്രത്തോളം താല്പര്യവും ജാഗ്രതയും കാണിച്ചിരുന്നു എന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇത്തിബാഇനെയും ഇത്വാഅത്തിനെയും അതിൻ്റെ അടിസ്ഥാനമാണെന്ന് പറയാൻ കാരണം. റസൂലിനെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? റസൂലിനെ അനുസരിക്കലാണ്, റസൂലിനെ പിൻപറ്റലാണ്. അനുസരിക്കൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ ആ റസൂലിൻ്റെ ജീവിതം നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതാണ് റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ആ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഖുർആൻ പറഞ്ഞതാ, ആ റസൂലിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. എവിടെയൊക്കെ റസൂലിനെ നമ്മൾ മാതൃകയാക്കേണ്ടത്?
അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച മാസത്തിലൂടെയാണല്ലോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും പ്രവാചകനെ സ്നേഹിക്കുന്നവരാണെന്ന് പറയുന്നു, നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. എപ്പോഴാണ് നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നവരായിട്ട് മാറുക? ആ റസൂലിനെ അനുസരിക്കുമ്പോഴാണ്, ആ റസൂലിനെ മാതൃകയായി ജീവിതത്തിൽ പിൻപറ്റുമ്പോഴാണ്. അപ്പം എവിടെയെല്ലാമാണ് റസൂല് നമ്മുടെ മാതൃകയായിട്ടുള്ളത്? സാധാരണഗതിയിൽ നമ്മൾ റസൂലിനെ പിൻപറ്റലും അനുസരിക്കലും ഒക്കെ മത ആരാധനാ രംഗങ്ങളിലാണ്. ആ രംഗത്ത് നമ്മൾ റസൂലിനെ അനുസരിക്കാറുണ്ട്, റസൂലിനെ മാതൃകയാക്കാറുണ്ട്, അത് സംശയമൊന്നുമില്ല. നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ റസൂലിനെ തന്നെ മാതൃകയാക്കാറുള്ളത്. നമ്മൾ നോമ്പെടുക്കുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴും സകാത്ത് കൊടുക്കുമ്പോഴും മറ്റു സുന്നത്തായ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ് നമ്മൾ മാതൃകയാക്കാറുള്ളത്, ഫോളോ ചെയ്യാറുള്ളത്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞാൽ ആ റസൂലിനെ നിങ്ങൾ പിൻപറ്റേണ്ടതും അനുസരിക്കേണ്ടതും നമസ്കരിക്കുമ്പോൾ മാത്രമാണോ? നോമ്പെടുക്കുമ്പോൾ മാത്രമാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ മാത്രമാണോ? അല്ല. പിന്നെ ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂലിൽ മാതൃകയുണ്ട്. ആരാധനാ രംഗത്തുണ്ട്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിവാഹ വിഷയത്തിലുണ്ട്, സാമൂഹിക ബന്ധങ്ങളിലുണ്ട്, തർക്കങ്ങൾ പരിഹരിക്കുന്നിടത്തുണ്ട്, കച്ചവട മേഖലയിലുണ്ട്, മനുഷ്യരെന്ന നിലയ്ക്കടെ ഇടപാടുകൾ നടത്തുന്നിടത്തുണ്ട്, ഇവിടെയൊക്കെയുണ്ട്. ഈ എല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾക്ക് ജീവിതത്തിൽ മോഡലായി മാതൃകയായി സ്വീകരിക്കാൻ കഴിയണമെന്നാണ്. മുൻഗാമികളായ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമുക്ക് ചില മാതൃകകൾ വരച്ചു കാണിച്ചു തന്നത് എന്ന്. ഐഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ കയ്യിൽ ആ പാത്രം താഴെ വീണ പൊട്ടിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കുടുംബജീവിതത്തിലൊക്കെ ഓരോ ഇണതുണകളും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഓർക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്നൊരു വർത്തമാനമാണത്. വല്ലാത്തൊരു മാതൃക അല്ലാഹു റബീബ് കാണിച്ചു തന്നത്. മൈമൂന റളിയല്ലാഹുവിൻ്റെ കയ്യിൽ നിന്നൊരു ഭക്ഷണം മേടിച്ചിട്ട് തൻ്റെ ചെറിയ പത്നി ഐഷ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഐഷ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു സാഹചര്യത്തിൽ ആ പാത്രം നിലത്തിട്ടാണ്ട് പൊട്ടി. ഇത് പൊട്ടിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്നറിയോ? വളരെ ക്ഷമയോടുകൂടി നിലത്തിരുന്ന് ആ പോയ ഭക്ഷണമെല്ലാം പെറുക്കിയത് മറ്റൊരു പാത്രത്തിലാക്കി ആ പൊട്ടിയ പാത്രമൊക്കെ അങ്ങ് തുടച്ചങ്ങ് മാറ്റി വീണ്ടും റസൂല് അത് കൊണ്ടുപോയി കൊടുക്കുക. പാത്രം ആ ഭക്ഷണം വീണ്ടും കൊണ്ടുപോയി കൊടുക്കുക. നോക്കൂ നിങ്ങൾ, എന്തൊരു മാതൃകയാണത്. കുടുംബജീവിതത്തിലൊക്കെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം അള്ളാഹുവിൻ്റെ റസൂൽ വരച്ചു കാണിച്ചുന്ന മാതൃക ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. ഒരിക്കൽ ഒരു അഹ്റാബി വന്നിട്ട് പള്ളിയിൽ മൂത്രമൊഴിച്ചല്ലോ റസൂലിൻ്റെ കാലത്ത്. മൂത്രമൊഴിച്ച സമയത്ത് ആളുകളൊക്കെ അയാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോയി. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്താനം? നിങ്ങൾ അയാളെ മൂത്രമൊഴിക്കൽ പൂർത്തിയാക്കാൻ അനുവദിക്കുക എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞേ? മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുന്ന അഹ്റാബിയെ പിടിച്ച് പുറത്താക്കാൻ നിന്നപ്പോൾ അയാൾ മൂത്രമൊഴിക്കട്ടെ, അതിനെ ബ്രേക്ക് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല, അയാൾ അത് മുഴുവൻ ഒഴിക്കട്ടെ. എന്നിട്ടെന്താ പറഞ്ഞേ? എന്താ അയാൾ ചെയ്യണ്ട, നിങ്ങൾ 2 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അവിടെ കൊടുന്ന് ഒഴിക്കുകയും. നോക്കൂ നിങ്ങൾ, എത്ര സൗമ്യമായ രീതിയിലാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് ഇടപെടുന്നത്. നബി ഒരിക്കലും മരത്തിന് താഴെ ഇങ്ങനെ ഒരു യാത്രയ്ക്കിടയിൽ മരത്തിന് താഴെ ഇങ്ങനെ കിടക്കാം. റസൂലെ വാളൊരു മരത്തിൽ അവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് ചോദിച്ചല്ലോ, ആ വാളെടുത്തിട്ട് നിന്നെ പാറ രക്ഷിക്കാന്ന് ചോദിച്ച്. നിന്നെ ആരാണ് ഇപ്പം രക്ഷിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വഴിക്ക് പറഞ്ഞ എന്നെ പടച്ചോൻ രക്ഷിക്കുന്നു പറഞ്ഞു. ഇതുകൊണ്ട് കേട്ടപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ആ വാള് വീണു, പേടിച്ച് നിലത്ത് വീണതാ, പേടിച്ചു. ഉടൻ തന്നെ എന്താ റസൂൽ തിരിച്ചു ചെയ്തേ? വേണമെങ്കിൽ അതെടുത്ത ആളെ വക വരുത്തായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു തിരിച്ചു ചോദിച്ചു, ഇപ്പം നിന്നെ ആരാ രക്ഷിക്കുക? അയാളെ ഉപദ്രവിക്കാൻ വേണ്ടി ചോദിച്ചൊന്നുമല്ല, വേറെ ഹിക്കമത്താ ചോദ്യം. ഇപ്പം നിന്നെ ആരാ രക്ഷിക്കുക എന്നാ തിരിച്ചു ചോദിച്ചേ. അയാൾക്ക് ബോധ്യപ്പെടുക എന്നെ രക്ഷിക്കാൻ വേറെ ആരുമില്ല. അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാൻ മനുഷ്യൻ ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ മാതൃകകൾ ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയത്. അപ്പം ഈ അർത്ഥത്തിലൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ നമുക്ക് കഴിയണം. ഫമാ ആതാകുമുർ റസൂലു ഫഖുദു ഫമാ നഹാകും അൻഹു ഫൻതഹു.
എന്താണോ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക, ഒഴിവാക്കാൻ പറയുന്നത് ഒഴിവാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നവരായിട്ട് മാറുന്ന. ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുക ഇലൽ ജന്ന ഇല്ലാ മാ ഹദ്ദസ്തുക്കും. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അടുക്കാൻ കഴിയുന്ന, നരകത്തിൽ നിന്ന് അകലാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നും നിങ്ങളെ ഞാൻ അറിയിച്ചു തരാതിരുന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. ഇതൊക്കെ എന്താ പറയണമെന്ന് ചോദിച്ചാൽ, പിന്നെ നബിയെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ നമ്മളെ മനസ്സിലൊക്കെ വേറെ എന്തൊക്കെയോ ചിത്രങ്ങളുണ്ട്. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമുക്ക് കാണിച്ചു വന്ന ഇത്തരം മാതൃകകളെ ഓരോ സമയത്തും പിൻപറ്റിക്കൊണ്ടും അനുകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് ആ പുണ്യ ഹബീബിനെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. ആ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് അത് ആദർശപരമായി മാറണം. അത് കേവല വൈകാരികമായിട്ട് മാറാൻ പാടില്ല എന്നാണ്. വൈകാരികമായ സ്നേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തിരുത്തിക്കൊടുത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈകാരികമായ സ്നേഹത്തെ തിരുത്തിക്കൊടുത്ത അവസരങ്ങൾ ഞാൻ പറയുന്നത്, ജീവിതത്തിൽ എവിടെയും റസൂലിൻ്റെ ഒരു കൽപ്പനയ്ക്കും മുഖവില കൊടുക്കാതെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ചു കൊണ്ടങ്ങനെ ജീവിച്ച് പിന്നെ കുറേ എന്തൊക്കെയോ നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തി ഞാൻ വലിയ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിലും വലിയ അർത്ഥമല്ല എന്നാണ്. നബിയുടെ പേരിൽ സ്വലാത്തൊക്കെ ചൊല്ലണം. പ്രവാചകനോടുള്ള സ്നേഹവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു രംഗമാണ് ആ സ്വലാത്ത് എന്നൊക്കെ പറയുന്നത്. അത് നമ്മൾ റസൂലിന് കൊടുക്കുന്ന അംഗീകാരവും ആ റസൂലിനോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഒരു ഭാഗമൊക്കെയാണ്. ഒക്കെ വേണം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 തവണ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ്. മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 തവണ സ്വലാത്ത് കൊടുക്കും, അനുഗ്രഹിക്കുമെന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അതൊക്കെ വേണേലൊന്നും ഒരു സംശയമില്ല. വേണം. നിരന്തരം നമ്മുടെ നാവുകൾ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി അനങ്ങിക്കൊണ്ടിരിക്കണം. സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ അതൊക്കെ വേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ റസൂലിൻ്റെ ജീവിതവുമായ ഒരു ബന്ധവുമില്ലാതെ തോന്നിയതുപോലെയൊക്കെ ജീവിച്ച് ചില ഭാവപ്രകടനങ്ങളിലൂടെ മാത്രം റസൂലിനെ സ്നേഹിക്കാമെന്ന് നമ്മൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ അള്ളാഹുവോടും റസൂലിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പാടിയപ്പോൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ലൗകാന ഹുബ്ബുക സ്വാദിഖൻ ലതഅതഹു, റസൂലിനോടും അള്ളാഹിനോടൊക്കെ ഉള്ള നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നീ അവരെ അനുസരിക്കുകയായിരുന്നു എന്നാണ്. റസൂലിനോടും അള്ളാഹിനോടുമുള്ള നിങ്ങളുടെ സ്നേഹം അത് സത്യസന്ധമാണ്, ഒറിജിനൽ ആണെങ്കിൽ നിന്റെ ജീവിതത്തിൽ കാണുന്നൊരു അടയാളം എന്താ? നീ അവൻ അനുസരിക്കുകയായിരുന്നു, റസൂലിനെയും അനുസരിക്കുകയായിരുന്നു എന്നാണ്. കാരണം ആരെയാണോ ഒരാൾ സ്നേഹിക്കുന്നത് അവനെ അനുസരിക്കും എന്ന് അദ്ദേഹം ഇമാം ഷാഫി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ ഏറ്റവും വിലപ്പെട്ടവനും വേണ്ടപ്പെട്ടവനുമാണ് മുഹമ്മദ് നബി എന്നുള്ള ഖുർആൻ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സമഖ്ശരി പറയുന്നൊരു വർത്തമാനമുണ്ട്. അതെന്താ? അതിങ്ങനെയാണ്: ലോകത്തുള്ള മറ്റെന്തിനേക്കാളുമേറെ അവർ അദ്ദേഹത്തെ സ്നേഹിക്കണം. ആ റസൂലിൻ്റെ അഭിപ്രായങ്ങൾക്ക് സ്വന്തം അഭിപ്രായങ്ങളെക്കാൾ വില കൊടുക്കണം. റസൂലിൻ്റെ തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളെക്കാൾ മുൻഗണന കൊടുക്കണം. റസൂലിൻ്റെ ഏത് കൽപ്പനകളെയും ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള മനസ്സ് വേണം. കണ്ടോ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് റസൂലിനെ സ്നേഹിക്കുന്നവരായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്. അതൊക്കെ മുൻഗാമികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ വന്നപ്പോണ്ടല്ലോ, അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ എന്താ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി? ഖുറൈശികൾ ഉൾപ്പെടെ പോയി ചോദിക്കുന്നുണ്ടല്ലോ, ഒരു രാത്രി കൊണ്ട് നിന്റെ മുഹമ്മദ് ആകാശലോകത്തും മക്കയിൽ നിന്ന് ഫലസ്തീനിലൊക്കെ പോയി വന്നു എന്നാ പറയണത്. ഇത് കേട്ട സമയത്ത് അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞ വർത്താനം, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു എന്നാണ്. ഇതാണോ? ഇങ്ങനെ റസൂൽ എന്ത് പറഞ്ഞോ അതനുസരിക്കുക, റസൂൽ എന്ത് പറഞ്ഞോ അത് വിശ്വസിക്കുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക. അതിന് കഴിയണമെന്നാ. ഹിജാബുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങിയപ്പോൾ സ്ത്രീകൾ ഹിജാബ് ധരിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ആയത്ത് രാത്രിയാണ് ഇറങ്ങിയെന്നാണ് പറയുന്നത് ചരിത്രം. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ അറിയിക്കുകയാണ്, ഇതങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന്. ഇത് കേട്ട ഉടനെ സഹോദരിമാരൊക്കെ മനസ്സിലാക്കേണ്ടതാ, എന്നാൽ രാത്രി നേരം വെളുത്തിട്ട് നോക്കാം, അങ്ങനെയല്ല. രാത്രിക്കു രാത്രി അന്ന് സഹോദരിമാർ കിട്ടിയ ചാക്കും വസ്ത്രങ്ങളൊക്കെ തുന്നിക്കൂട്ടി ഹിജാബാക്കി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വർത്തമാനം അങ്ങോട്ട് പറയുമ്പോൾ, ഒരു നിർദ്ദേശം അങ്ങോട്ട് തരുമ്പോൾ, അത് തൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളവരുടെ ശ്രമം, ഇതൊക്കെ മുൻഗാമികളുടെ ജീവിതത്തിൽ കാണാൻ കഴിയണതാണ്. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ സ്വഹാബെ കിറാം, അവരൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് സ്നേഹിച്ചത്? റസൂലിൻ്റെ ശരീരത്തെ സ്നേഹിച്ചവരുണ്ട്, ആദർശത്തെ സ്നേഹിച്ചവരുണ്ട്, ജീവിതത്തെ സ്നേഹിച്ചവരുണ്ട്. ഇതിനൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് മുഹാജിറുകളെയും അൻസാറുകളെയൊക്കെ വിളിച്ചുകൂടി റസൂൽ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എന്താ നമ്മൾ ചെയ്യുക, എന്ത് ചെയ്യണം എന്നൊരു അഭിപ്രായം ചോദിച്ചപ്പോൾ മുഹാജിറുകളായ ആളുകൾ പറഞ്ഞ മറുപടി എന്താ പറയുക? റസൂലെ, സമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ നിങ്ങൾ പറഞ്ഞാലും ഞങ്ങളത് ചെയ്യുന്ന കണ്ടോ. കാരണം ഞങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്ന ഹബീബാണ് താങ്കൾ. എന്താണോ താങ്കൾ പറഞ്ഞത് അത് ഞങ്ങൾ ചെയ്യും. യുദ്ധത്തിലേക്കെന്ന് മാത്രമല്ല, സമുദ്രത്തിൻ്റെ നടുക്കിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാലും ഞങ്ങളത് ചെയ്യും. അൻസാറുകൾ എന്താ പറഞ്ഞറിയോ? മൂസാ നബിൻ്റെ അനുയായികൾ മൂസാ നബിയോട് പറഞ്ഞ പോലെ, റസൂലെ നിങ്ങളോട് ഞങ്ങളത് പറയൂല, എന്തു പറഞ്ഞു ഞങ്ങളത് അനുസരിക്കുന്ന. ഇങ്ങനെ എത്രയോ സംഭവങ്ങളും ഉദാഹരണങ്ങളൊക്കെ. റസൂലിൽ നിന്ന് വീണ് കിട്ടുന്ന ഓരോ വാക്കുകളും കേൾക്കാനും അനുസരിക്കാനും പിൻപറ്റാനും മത്സരിച്ച, അക്ഷരാർത്ഥത്തിൽ മത്സരിച്ച റസൂലൊരു കാര്യം കൊണ്ട് പറയുമ്പോൾ അവരത് ജീവിതത്തിൽ പകർത്തുന്നതിന് മുമ്പ് എനിക്കത് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇങ്ങനെ വാശിയും മത്സരമായിട്ട് റസൂലിനെ സ്നേഹിച്ച് നടന്ന എത്രയോ സഹാബെ കിറാമിനെ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ ഒരുപാട് കേട്ട ചരിത്രങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇങ്ങനെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ നബി വെച്ച കാൽപാദങ്ങളുണ്ടല്ലോ, കാലടി, ആ കാലടികളെ വരെ ഫോളോ ചെയ്തിരുന്ന സഹാബിമാരെ കുറിച്ച് അത്രത്തോളം സൂക്ഷ്മത, റസൂൽ അനുസരിക്കുന്നതിലും റസൂലിനൊപ്പം സഞ്ചരിക്കുന്നതിലും ഒക്കെ സൂക്ഷ്മത കാണിച്ച മഹാമാരെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഉഹുദ് യുദ്ധക്കളത്തിൽ മുൻഗാമികൾ റസൂലിനെ സ്നേഹിച്ചതിന് ചില ചിത്രങ്ങളുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിൽ കിടത്തിയ ഒരു സഹാബിയുണ്ട്, ത്വൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 80-ലധികം മുറിവുകളേറ്റു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിളിലേറ്റ ഒരു ആണിക്കല്ലുണ്ടായിരുന്നു. ഇത് ഈ സ്വഹാബി തൻ്റെ പല്ലുകൊണ്ട് ഇങ്ങനെ കടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് 80-ലധികം മുറിവുകൾ ശരീരത്തിലേറ്റു എന്നാണ് പറയണത്. അപ്പോൾ റസൂൽ ചോദിക്കുന്നുണ്ട്, ത്വൽഹ വേദനിക്കുന്നില്ലേ? അപ്പോൾ ത്വൽഹ റളിയല്ലാഹു കൊടുത്തൊരു മറുപടി എന്താ പറയുക? റസൂലേ, എനിക്ക് ഓരോ വെട്ടും അമ്പും ഏൽക്കുമ്പോൾ അതൊക്കെ താങ്കളുടെ ജീവനെ രക്ഷിക്കാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമാണ് മനസ്സിൽ. നബിയോട് പറയുക, സ്വന്തം ശരീരത്തിലേക്ക് 80-ലധികം വെട്ടും അമ്പുമായിട്ട് മുറിവുകളേൽക്കുമ്പോഴും റസൂൽ ചോദിക്കുമ്പോൾ ത്വൽഹ വേദനിക്കണല്ലേ? ചോദിക്കുമ്പോൾ പറയണെന്താ? റസൂലേ, താങ്കളെ രക്ഷിക്കാനും താങ്കൾക്ക് സുരക്ഷ നൽകാനാണല്ലോ ഈ കൊള്ളുന്നതൊക്കെ എന്നങ്ങോട്ട് ഓർക്കുമ്പോൾ ഒരു സമാധാനവും ആശ്വാസവും, വേദനിക്കണില്ല, ഒന്നും അറിയണില്ല എന്നാ. കണ്ടോ, റസൂലിൻ്റെ ജീവിതത്തെയും ശരീരത്തെയും ഒക്കെ സ്നേഹിച്ചവരുടെ ചിത്രങ്ങളാണത്. ഒരിക്കൽ റസൂലിന് മുമ്പിൽ വന്നിട്ട് ഖുർആൻ പഠിക്കാൻ ആളുകളെ വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് ശത്രുക്കൾ ചതിച്ചു കൊല്ലുന്നുണ്ട് കുറേ സ്വഹാബിമാരെ. റസൂൽ അടുക്കൽ വന്ന് പറയാ, റസൂലെ, ഞങ്ങളെ നാട്ടുകാർക്ക് ഖുർആൻ പഠിക്കാൻ കുറച്ച് ആൾക്കാരെ അയച്ചു തരണം. ഇത് വിശ്വസിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രഗത്ഭരായ കുറേ ആളുകൾ അങ്ങ് വിട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷെ അവരെ ചതിച്ചു കൊല്ലാനാണ് അവർ കൊണ്ടുപോയത് ശത്രുക്കൾ. 2 ആൾ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റൂല, അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അവർ ചെന്നെത്തുന്നത് മുശ്രിക്കുകളുടെ കയ്യിലാണ്. അവസാനം മുശ്രിക്കുകൾ അവരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക. അങ്ങനെ തൂക്കുകയറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഈ 2 സഹാബിമാരോട് അവർ പലതും പറയുന്നുണ്ട്. മുഹമ്മദിനെ ചീത്ത വിളിച്ചാൽ വെറുതെ വിടാം, സമ്മതിക്കുന്നില്ല. അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ അവസാനം അവർ പറയുന്നൊരു കാര്യമുണ്ട്. എന്നാൽ ഈ കുത്തി നോവിക്കെന്ന് പറയില്ലേ, എങ്ങനെയെങ്കിലൊക്കെ ശത്രുക്കൾ ഈ 2 സഹാബികളോട് പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്നാൽ പിന്നെ നിങ്ങളെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകണമല്ലോ, ആ തൂക്കുകയറിൽ ഇങ്ങനെ തൂക്കിക്കിടക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് ആണെന്നൊന്ന് മനസ്സിലൊന്ന് ഇമേജ് ചെയ്താൽ മതി, നിങ്ങളെ വെറുതെ വിടാന്നാ പറഞ്ഞേ. നോക്കൂ നിങ്ങൾ, ആ സമയത്ത് ജീവൻ രക്ഷപ്പെടുത്താനുള്ള വഴിയാണ് പറയണത്. ഒന്നും വേണ്ട, ആ തൂക്കുകയറിൽ ആടാൻ പോകുന്നത് നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് എന്ന് മനസ്സിലൊന്നിങ്ങനെ കണ്ടാൽ മതി, നിങ്ങളെ വെറുതെ വിടാം. ജീവിതത്തിലേക്ക് തിരിച്ചുവിടാന്നാണ് ഈ പറയുന്നത്.
കുട്ടികളെയും കുടുംബത്തിലേക്ക് തിരിച്ചുവിടാനാണ് പറയണത്. പക്ഷെ അവരെന്താ പറഞ്ഞറിയോ? ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹബീബിൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കൂല. ഹബീബിൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ആ ഹബീബ് ആ കഴുമരത്തിൽ കിടന്നാടുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയോ? ചിന്തിക്കാൻ കഴിയോ? കഴിയില്ല. കൊന്നോളി ഞങ്ങളെന്നാ പറഞ്ഞേ. കണ്ടോ, ഇതൊക്കെ മുൻഗാമികൾ ചില ചിത്രങ്ങളാ പ്രിയമുള്ളവരെ. ഹിജറ പോകുമ്പോൾ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹുവിനുണ്ടല്ലോ, നബിക്ക് വല്ലതും പറ്റുമോന്ന് വിചാരിച്ച് പേടിച്ചിട്ടേ ആ ചരിത്രം വായിച്ച കണ്ണ് നിറഞ്ഞു പോകും. അബൂബക്കർ റളിയല്ലാഹു നബിയുടെ കൂടെ ഇങ്ങനെ പോകുക, ഹിജറ പോകുക മദീനയിലേക്ക്. കുറേ നബിന്റെ മുമ്പിൽ നടക്കും, പിന്നെ കുറെ ബേജാറായി പിന്നിൽ നടക്കും, പിന്നെ വലതു ഭാഗത്ത് നടക്കും, പിന്നെ ഇടതു ഭാഗത്ത്. എന്താ, എവിടെന്നെങ്കിലും റസൂലിനെ വല്ലതും ചെയ്യുമെന്നുള്ള പേടി. അങ്ങനെ ഇടത്തും വലത്തും മുമ്പിലും പിന്നിലൊക്കെ നടന്നിട്ട് ആ അബൂബക്കർ റളിയല്ലാഹു എങ്ങനെയാണ് റസൂലിനെ അതുവരെ സുരക്ഷിതനായി കൊണ്ടുപോയതെന്നതിൻ്റെ ആ ചിത്രം കാണാൻ കഴിയും. സൗബാൻ റളിയല്ലാഹു ഒരിക്കൽ അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂലിനെ വല്ലാണ്ട് സ്നേഹിച്ചൊരു സഹാബിയായിരുന്നു സൗബാൻ റളിയല്ലാഹു. ഒരിക്കൽ അദ്ദേഹം വളരെ ക്ഷീണിതനായി ദുഃഖിതനായി പള്ളിയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്താണ് സൗബാൻ, വളരെ ക്ഷീണിതനാണല്ലോ, ദുഃഖിതനാണല്ലോ, എന്താ പ്രശ്നം, വല്ല അസുഖമുണ്ടോ, പ്രയാസങ്ങൾ വല്ലതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതല്ല റസൂലേ, എനിക്ക് പറയത്തക്ക പ്രയാസം അസുഖങ്ങളൊന്നുമില്ല. എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ മരിച്ചു പോയാൽ എനിക്ക് താങ്കളെ കാണാൻ പറ്റില്ലല്ലോ. ഇപ്പം എപ്പോൾ വേണമെങ്കിലും എനിക്ക് താങ്കളെ വന്നിങ്ങനെ കാണാം, താങ്കളെ നോക്കിയിരിക്കാം, താങ്കളെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാം. പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ റസൂൽ എനിക്ക് താങ്കളെ കാണാൻ പറ്റില്ലല്ലോ, താങ്കളെ വർത്തമാനങ്ങൾ കേൾക്കാൻ കഴിയില്ലല്ലോ, താങ്കൾക്കൊപ്പം വന്നിരിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് വല്ലാത്ത സ്നേഹം. ഇത് കേട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ തന്നെ ഇറങ്ങിയത്. എന്ത്? ആരല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അവൻ നാളെ സ്വർഗത്തിൽ ഷഹീദുകൾക്കൊപ്പമായിരിക്കും, പ്രവാചകന്മാർക്കൊപ്പമായിരിക്കും, സിദ്ദീഖുകൾക്കൊപ്പമായിരിക്കും എന്ന് ഖുർആൻ ഇറങ്ങിയത്. അപ്പോഴാണ് ആയത്തിറങ്ങിയത്. എന്ത്? റസൂൽ ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എനിക്കെൻ്റെ ഹബീബിനെ കാണാൻ, ആ ഹബീബിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന വേദന കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ആ സ്വഹാബിയുടെ വിഷമം കണ്ടപ്പോഴാ അള്ളാഹ് ആയത്തിറക്കി മറുപടി കൊടുക്കുന്നത്, അള്ളാഹിൻ്റെ റസൂലിനെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ആ സ്വർഗത്തിൽ റസൂലിൻ്റെ ചാരത്ത് നിങ്ങൾക്ക് ഇടം ലഭിക്കുമെന്ന്. കണ്ടോ, മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ മുൻഗാമികളെപ്പോലെ റസൂലിനെ സ്നേഹിക്കാൻ ആ റസൂലിൻ്റെ ശരീരം നമ്മുടെ മുമ്പിലില്ല. ഉണ്ടോ? ഇല്ല. ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് എന്താ? റസൂലിൻ്റെ ജീവിതമാണ്. റസൂലിൻ്റെ ജീവനല്ല, ജീവിതമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ ജീവിത വഴിയിൽ വെളിച്ചം പരത്തുന്ന ഒരുപാട് ജീവിത മാതൃകകൾ ബാക്കി വെച്ചുകൊണ്ടാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഇവിടെ പറഞ്ഞത്, തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്ന. കിതാബും സുന്നത്തും, ഖുർആനും സുന്നത്തും, ആ പ്രവാചക ചര്യയെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുൻഗാമികളായ സ്വഹാബെ കിറാം നബിയുടെ ജീവിതത്തെ തന്നെയും ശരീരത്തെ തന്നെയും ഒക്കെ അങ്ങനെയൊക്കെ സ്നേഹിച്ചെങ്കിൽ ഇന്ന് നമുക്ക് റസൂലിൻ്റെ ജീവിതത്തെയാണ് സ്നേഹിക്കാൻ കഴിയുക. ആ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ സ്വർഗം നേടിയെടുക്കാൻ നമുക്ക് കഴിയും. ജീവിതത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ വിശദീകരിച്ചതുപോലെ ആ റസൂൽ എന്ത് പറഞ്ഞോ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ ഓരോ അനക്കത്തിലും ഞാൻ ആ റസൂലിൻ്റെ കൽപ്പനകൾ പാലിക്കും. എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ മക്കളോടുള്ള പെരുമാറ്റത്തിൽ, എൻ്റെ അയൽവാസിയോടുള്ള പെരുമാറ്റത്തിൽ, എൻ്റെ കച്ചവടത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ നോട്ടം, എൻ്റെ കേൾവി, എൻ്റെ സംസാരം, എല്ലാം എൻ്റെ ഹബീബ് എന്താണോ എന്നെ പഠിപ്പിച്ചത് ഞാൻ അങ്ങനെ തന്നെ ജീവിക്കാൻ ജീവിക്കുമെന്ന് തീരുമാനിക്കല പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. നോക്കൂ, ഈ കാലത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. മുഹമ്മദ് നബിയെക്കുറിച്ചും ആ പ്രവാചകൻ കൊണ്ടുവന്ന ആദർശത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് തെറ്റായ രൂപത്തിലുള്ള പ്രചരണങ്ങൾ ബോധപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുക അല്ലെ? മുസ്ലിങ്ങളെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച്, ഇസ്ലാമിക സമൂഹത്തിൽ ആളുകൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ നമ്മൾ കണ്ടല്ലോ. മലപ്പുറം ജില്ലയിൽ അല്ലേ കഴിഞ്ഞ ഇപ്പോൾ SBയെക്കുറിച്ചും ADGPയെക്കുറിച്ചും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറം ജില്ലയെ അത് വെറും കുറ്റവാളികളുടെ കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ കേസുകൾ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. അതിലിപ്പോൾ ചർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ പല അർത്ഥത്തിലും. അപ്പം ഇങ്ങനെയൊക്കെ
ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അള്ളാഹുവിന്റെ റസൂലിനെയും ആ റസൂലിന്റെ അനുയായികളെയും ആ ആദർശത്തെയും ഒക്കെ കരിവാരിത്തേക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ യഥാർത്ഥ ഇസ്ലാം എന്താണെന്നും യഥാർത്ഥ പ്രവാചകൻ എന്താണെന്നും ആ പ്രവാചകന്റെ ജീവിതം എന്താണ് എന്നും ഒക്കെയുള്ള മെസ്സേജ് അത് സമൂഹത്തിന് പകർത്തിക്കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. റസൂലിനെ നമുക്ക് ആത്മാർത്ഥ സ്നേഹം നമ്മളതാ ചെയ്യേണ്ടത്. എന്ത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ റസൂലിനെ കുറിച്ചും ആ റസൂൽ കൊണ്ടുവന്ന ഇസ്ലാമിനെ കുറിച്ചൊക്കെ ഇവിടെ പല തരത്തിലും അതിനെങ്ങനെ ആളുകൾ അവതരിപ്പിക്കുകയും വഷളാക്കുകയും ചെയ്യുമ്പോൾ ഞാനതിന് സമ്മതിക്കൂല എന്നൊരു വികാരം മനസ്സിലുയർന്നു വരണം. അതാ പ്രവാചക സ്നേഹം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. ആ അർത്ഥത്തിൽ ആ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ പ്രവാചകനെ സ്നേഹിക്കാനൊക്കെ നമുക്ക് കഴിയണം, സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ സൂറ നിസായിലെ 2 ആയത്താണ് ഞാൻ ഓതി വെച്ചത്. അതിൽ പറയുന്നത് 2 ആയത്തിൽ 13-14 വചനങ്ങൾ പറഞ്ഞ വർത്താനങ്ങൾ എന്താ അറിയോ? ഒന്ന്, അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ച് ആ റസൂലിനെ ജീവിതത്തിൽ സ്നേഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകൾ, അവർക്ക് നാളെ സ്വർഗത്തിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. എന്താ? അവർക്ക് സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും. ആ സ്വർഗത്തിൽ അവർ ശാശ്വതമായിരിക്കും. രണ്ടാമത്തതിലോ അള്ളാഹിന്റെ റസൂലിനെ ധിക്കരിക്കുന്ന ആളുകൾ, റസൂലിന്റെ കൽപ്പനകളെ മുഖവിലക്കെടുക്കാത്ത ആളുകൾ, അത്തരം ആളുകൾക്ക് അവർക്ക് നരകാണുള്ളത്. ആ നരകത്തിൽ അവരെ ശാശ്വതമായി പ്രവേശിപ്പിക്കുന്ന വർണ്ണമുണ്ടാണ് ആ 2 ആയത്ത് അവിടെ അള്ളാഹ് വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, എല്ലാ വർഷവും റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാറുണ്ട്, കേൾക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ അതിനുമപ്പുറം ആ റസൂല് പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുന്നിടത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂൽ ചെയ്യാൻ പറഞ്ഞൊരു കാര്യം ചെയ്തിട്ടല്ലേ റസൂലിനെ സ്നേഹിക്കേണ്ടത്? അങ്ങനെയല്ലേ റസൂലിനോടുള്ള മുഹബ്ബത്ത് പ്രകടിപ്പിക്കേണ്ടത്? അങ്ങനെ റസൂലിനോടുള്ള സ്നേഹം അങ്ങനെ നിറഞ്ഞ് തുളുമ്പുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വലാത്തും ദിക്റൊക്കെ ഇങ്ങനെ നാവിലൂടെ അങ്ങനെ വരിക. അപ്പോഴാ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അതല്ലാതെ ജീവിതത്തിൽ റസൂലിൻ്റെ ഒരു നിയമവും നിർദ്ദേശവും പാലിക്കാതെ വെറുതെ അങ്ങനെ ഒരു സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി അതിലെന്തർത്ഥമുള്ളത്? ഇപ്പോൾ സ്വലാത്ത് ചൊല്ലണം, ദിക്റെടുക്കണം, ഒക്കെ വേണം. അതോടൊപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ അർത്ഥത്തിൽ നെഞ്ചിലേറ്റി നടക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ള ക്യാമ്പസിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ ആ ഹബീബ് പഠിപ്പിച്ച ജീവിത രീതികളെ, മാതൃകകളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഇസ്ലാമിനെ അവതരിപ്പിച്ച റസൂലിനെ ലോകത്ത് വീണ്ടും വെളിച്ചമുള്ളതാക്കി മാറ്റാൻ നമുക്ക് കഴിയണം, സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.